ഹലോ ഫ്രണ്ട്സ്, മൈൻഡ് ഓഫ് മാനസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ കേൾക്കുന്നവരിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം, സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്നത്തെ എൻ്റെ വീഡിയോ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആളുകൾക്ക് വേണ്ടി ഉള്ളതാണ്. ഇന്ന് ഞാൻ പറയുവാനായിട്ട് നിങ്ങളോട് പോകുന്നത് നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെ മനോഹരമാക്കാം. അതായത് വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഒരു ദിവസം എത്ര പ്രൊഡക്റ്റീവ് ആക്കാം, എത്ര മനോഹരമാക്കാം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം, അതിനുവേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് പോകുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു 10 ടിപ്സാണ് തരുന്നത്. കമ്മിങ് ടു ദ ഫസ്റ്റ് ടിപ്പ്, ഗ്രൂം യുവർ സെൽഫ്. നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ നിങ്ങൾ ഒരു അലസ മനോഭാവത്തോടൊക്കെ തുടങ്ങിയിരിക്കാം. രാവിലെ എണീക്കുമ്പോൾ ആ ഓർക്കച്ചടവൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ഒരു ദിവസം ആരംഭിക്കുന്നതിന് അതിൻ്റേതായ ഒരു ചിട്ടവട്ടമുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ പോകുന്നതിന് മുമ്പുള്ള സമയം വളരെ പ്രയോജനപ്രദമായി തന്നെ ഉപയോഗിക്കണം. ഇത് പോകുന്നതിന് 15 മിനിറ്റ് മുമ്പും അരമണിക്കൂർ മുമ്പും ഒന്നും എണീറ്റാൻ നടക്കില്ല കേട്ടോ. നേരത്തെ തന്നെ ഉണരണം. ശേഷം നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ സമയം മാറ്റിവെക്കണം. ഫ്രഷ് അപ്പ്, ഒരു കുഞ്ഞ് എക്സസൈസ് അല്ലെങ്കിൽ ഒരു യോഗ വർക്കൗട്ട്, ബ്രേക്ക്ഫാസ്റ്റ്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ചെറിയ സംസാരം, ഇതിനൊക്കെയായി നിങ്ങൾ സമയം കണ്ടെത്തണം. ഇവയൊന്നും ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാവുന്ന കാര്യവുമാണ്. എങ്കിലും നമ്മൾ ഇത് സ്കിപ്പ് ചെയ്യും, തിരക്ക് കാരണമല്ലേ. പക്ഷേ ഇനി തിരക്ക് കാരണം ഒരിക്കലും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, നിങ്ങളുടെ ഒരു കുഞ്ഞു വർക്കൗട്ട്, ഇതൊന്നും ഒഴിവാക്കാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസം വളരെ മനോഹരമായിട്ട് തന്നെ നിങ്ങൾക്ക് തുടങ്ങുവാൻ കഴിയും. നമ്പർ 2, ബി പ്രസൻറ്റബിൾ. നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് ഒരു വ്യക്തമായ രീതിയുണ്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് ഒന്ന് ഒരുങ്ങി പോകാൻ പോലുമുള്ള മൂഡുണ്ടായിരിക്കില്ല. അതൊക്കെ ഞാൻ സമ്മതിച്ചു തരുന്നു. ഞാനും ഫേസ് ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണത്. എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതിന് ഒരു ഭംഗിയായ രീതി ഉണ്ടാകണം. നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങളുടെ വർക്ക് സ്പേസിൻ്റെ കൾച്ചറിന് അനുയോജ്യമായ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യണം. നെയ്തർ ടു ലൗഡ് നോർ ടു കെയർലെസ്. ഒപ്പം നിങ്ങളുടെ ഫേസ്, നെയിൽസ്, ഹെയർ എല്ലാം ഭംഗിയായി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അക്സസറീസ്, അത് എത്രമാത്രം അനുയോജ്യമാണ്, റെലവൻ്റ് ആണ്, എല്ലാം ശ്രദ്ധിക്കണം. എല്ലാം വലിച്ചുവാരി കൊണ്ടുപോകാനുള്ള ഇടമല്ല നിങ്ങളുടെ ഓഫീസ്. റെലവൻ്റ് ആയിട്ടുള്ളത് മാത്രം മതിയാകും. നമ്പർ 3, സ്റ്റേ പോസിറ്റീവ്. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വർക്ക് സ്പേസിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനോഭാവം വളരെ പോസിറ്റീവായിരിക്കണം. ഇന്ന് എന്താകും, എന്ത് സംഭവിക്കും, അവിടെ നിന്ന് സീനിയറിൻ്റെ നിന്ന് വഴക്ക് കിട്ടുമോ, ബോസിൻ്റെ നിന്ന് വഴക്ക് കിട്ടുമോ, ഇതൊക്കെ നമുക്ക് ടെൻഷൻസ് കാണും, ഒരുപാട് വർക്ക് ലോഡ് കാണും. പക്ഷേ രാവിലെ പോകുന്ന സമയത്ത് നിങ്ങളുടെ തോട്ട്സ് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കണം. ഇന്ന് എല്ലാം നടക്കും, എല്ലാം ശരിയാകും, ഇന്നലത്തെ പെൻഡിങ് ഒക്കെ എനിക്ക് ഇന്ന് തീർക്കാനായിട്ട് പറ്റും, എല്ലാം സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ ഇടയാകണം. കമ്മിങ് ടു നമ്പർ 4, വിയർ എ സ്മൈൽ. രാവിലെ നിങ്ങളുടെ വർക്ക് സ്പേസിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ നിങ്ങളുടെ കൊളീഗ്സ് അവിടെ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടായിരിക്കാം. ഇവരോടൊക്കെ ഒരു പുഞ്ചിരിയോടെ കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് ഇടയാകണം. ഈ പുഞ്ചിരിച്ചോണ്ട് കയറി ചെല്ലുമ്പോൾ അവരും തിരിച്ച് സ്വാഭാവികമായിട്ടൊന്ന് ചിരിക്കും, അല്ലേ? ചെറിയൊരു സ്മൈൽ നമുക്ക് തരും. ഇത് നമുക്ക് തരുന്ന പോസിറ്റീവ് എനർജി ഒന്ന് വേറെ തന്നെയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ വർക്ക് സ്പേസിലേക്ക് ചെന്ന് കഴിയുമ്പോൾ 5ാമത്തെ ടിപ്പ് അവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ വർക്ക് സ്പേസ് എപ്പോഴും നിങ്ങൾക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ആ ഒരു പോസിറ്റീവ് മൂഡ് തരുന്ന സ്ഥലമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഡെക്കറേറ്റ് യുവർ വർക്ക് സ്പേസ്. ഇതിനായി ചെറിയ ഇൻഡോർ ടേബിൾ ടോപ്പ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ചെറിയ ടേബിൾ ടോപ്പ് ഡെക്കറേറ്റീവ് ഐറ്റംസ്, ഇതൊക്കെ യൂസ് ചെയ്യാം. അതും ഈ പറഞ്ഞതുപോലെ ഒത്തിരി ലൗഡായിട്ടല്ല, വളരെ സിമ്പിളായിട്ട് എന്നാൽ മനോഹരമായിട്ട്. ചെറിയ ഇൻസ്പയറിംഗ് കോട്ട്സ്, ഭംഗിയുള്ള ചിത്രങ്ങൾ, ചെറിയ ചെറിയ ഡ്രോയിങ്സ് ഒക്കെ ഒരു ചെറിയ സ്പേസിൽ ആവശ്യാനുസരണം അറേഞ്ച് ചെയ്യാം. നിങ്ങളുടെ സ്പേസ് ചിലപ്പോൾ ഒത്തിരി ഉണ്ടായിരിക്കാം, ചിലപ്പോൾ കുറച്ചായിരിക്കാം. ചിലർക്ക് തന്നെ ക്യാബിൻസ് കിട്ടുന്നവരുണ്ട്, ചിലർക്ക് ഒരു കോമൺ വർക്ക് സ്പേസ് ആയിരിക്കും. വർക്ക് സ്പേസിൻ്റെ രീതി അനുസരിച്ച് എന്തൊക്കെ അവിടെ ഉൾക്കൊള്ളിക്കാം, ഒത്തിരി ക്രൗഡഡ് ആകാതെ ഭംഗിയായി അതിനെ അറേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വർക്ക് സ്പേസിലോട് നിങ്ങൾ ചെന്നങ്ങോട്ട് ഇരിക്കുമ്പോൾ
നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി അവിടുന്ന് തന്നെ കിട്ടണം. അത്രേ ഉള്ളൂ. നിങ്ങൾ 5 ടിപ്സാണ് കേട്ടത്. ഇനിയും ഒരു 5 ടിപ്സ് കൂടെ ഉണ്ട്. അത് ഈ വീഡിയോയുടെ തന്നെ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക.